നമസ്കാരം. വിജയമുറപ്പിച്ച് UDF കുതിക്കുകയാണ്. സംസ്ഥാന നിയമസഭയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിലെ UDF കരുത്തിന് കൂടുതൽ ഊർജം പകർന്ന് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗവും. മത്സരിച്ച 8-ൽ 7 മണ്ഡലങ്ങളിലും ജോസഫ് വിഭാഗം സ്ഥാനാർത്ഥികൾക്ക് ലീഡ്. ഇരിഞ്ഞാലക്കുട, കോതമംഗലം, തൊടുപുഴ, കടുത്തുരുത്തി, ചങ്ങനാശ്ശേരി, കുട്ടനാട്, തിരുവല്ല സീറ്റുകളിലാണ് ജോസഫ് വിഭാഗം സ്ഥാനാർത്ഥികൾ ലീഡ് ചെയ്യുന്നത്. ഇതിൽ ഇരിഞ്ഞാലക്കുട, കടുത്തുരുത്തി, ചങ്ങനാശ്ശേരി, തൊടുപുഴ മണ്ഡലങ്ങളിൽ വിജയം ഉറപ്പിച്ച മട്ടിലാണ് ഇവരുടെ മുന്നേറ്റം. കേരളത്തിൽ ആഞ്ഞടിച്ച് UDF തരംഗം. വോട്ടെണ്ണൽ പുരോഗമിക്കുമ്പോൾ കേരളം ഭരിക്കുന്നത് UDF തന്നെയെന്ന് ഉറപ്പിച്ചു. UDF തരംഗം ആഞ്ഞുവീശിയതോടെ 100 സീറ്റുകളിലാണ് മുന്നിൽ നിൽക്കുന്നത്. കോൺഗ്രസും ലീഗും അടക്കം UDF മുന്നണി വലിയ കരുത്തു കാണിക്കുന്ന അവസ്ഥയാണ് ഉണ്ടാകുന്നത്. LDF 35 സീറ്റുകളിലേക്ക് ചുരുങ്ങിയിരിക്കുകയാണ്. കനത്ത തിരിച്ചടിയാണ് ഇവിടെ മുഖ്യമന്ത്രി പിണറായി വിജയന് കിട്ടിയിരിക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ളവർ പിന്നിലായ അവസ്ഥ വരെ എത്തിയിരുന്നു. എന്തായാലും NDA നേമത്ത് മാത്രമാണ് ലീഡ് ചെയ്യുന്നത്. സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ പുരോഗമിക്കുമ്പോൾ UDF അനുകൂല തരംഗമാണ് കേരളത്തിൽ കാണാൻ സാധിക്കുന്നത്. പിന്നാലെ പ്രവർത്തകർ ആഹ്ലാദ പ്രകടനം തുടങ്ങി. വോട്ടെണ്ണൽ ഉച്ചയാകുമ്പോഴേക്കും മുഖ്യമന്ത്രി പിണറായി വിജയനും 13 മന്ത്രിമാരും പിന്നിലായിരുന്നു. എന്നാൽ ഒടുവിൽ മുഖ്യമന്ത്രി ഇപ്പോൾ മുന്നിലായിട്ടുണ്ട്. റോഷി അഗസ്റ്റിൻ, VN വാസവൻ, R ബിന്ദു, ഗണേഷ് കുമാർ, P രാജീവ്, OR കേളു, V ശിവൻകുട്ടി, വീണ ജോർജ്, അബ്ദുറഹ്മാൻ, MP രാജേഷ്, J ചിഞ്ചുറാണി, AK ശശീന്ദ്രൻ, P പ്രസാദ് എന്നിവർ പിന്നിലാണ്. UDF പ്രമുഖരെല്ലാം തന്നെ മുന്നിലാണ്.